നമസ്കാരം. ബിഗ് ബഡ്ജറ്റ് സിനിമകൾക്കൊരു സ്കോപ്പ് ഈ ഇൻഡസ്ട്രിയിൽ ഇല്ല എന്നതാണ് വാസ്തവം. പക്ഷെ നമുക്ക് വലിയ മെഗാ സ്റ്റാറുകളുണ്ട്. മമ്മൂട്ടിയും മോഹൻലാലിനെയും പോലുള്ള മെഗാ സ്റ്റാറുകളുണ്ട്. അവരുടെ സ്റ്റാർഡം നിലനിൽക്കണമെങ്കിൽ തീർച്ചയായും ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ഇറക്കണം. എന്ന് മാത്രമല്ല, അത്തരം ബിഗ് ബഡ്ജറ്റുകൾ സിനിമ ഇറക്കുന്നവർക്കാണ് അവരുടെ ഡേറ്റ് കിട്ടുന്നത്. അതുകൊണ്ട് റിസ്ക് എടുത്താണെങ്കിലും നിർമ്മാതാക്കൾ പണം മുടക്കിയും സംവിധായകർ അതിനുവേണ്ടി കഷ്ടപ്പെട്ടും ഇടയ്ക്കിടെ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ഇറക്കും. 100 കോടിയിൽ അധികം ചെലവുള്ള സിനിമകൾ. മലയാളത്തിൽ നിന്ന് 100 കോടിയൊക്കെ പിരിച്ചെടുക്കുക എന്നത് പ്രയാസമാണ്. പക്ഷേ സാറ്റലൈറ്റിലും അതുപോലെ തന്നെ ഡിജിറ്റൽ റൈറ്റിലുമൊക്കെയായി ഒരു വിധത്തിൽ ഒപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന വിശ്വാസമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ഇറങ്ങുമ്പോൾ ഇവർക്ക് ചങ്കിടിക്കും. കാരണം മുടക്കുന്നത് വലിയ തുകയാണ്. അത് കിട്ടിയേ മതിയാവും. വലിയ തോതിൽ പണം മുടക്കി PR സ്റ്റണ്ട് പിണറായി മോഡലിൽ ഇവരങ്ങ് ആരംഭിക്കും. വാസ്തവത്തിൽ ഇവരെ കണ്ടാണ് പിണറായി തുടങ്ങിയത്, അതോ പിണറായി കണ്ടാണ് ഇവർ തുടങ്ങിയതെന്ന് അറിയില്ല. സിനിമ അങ്ങോട്ട് വരുന്നതിന് മുൻപ് തന്നെ വലിയ തോതിൽ ഹൈപ്പ് സൃഷ്ടിക്കും. ഈ ഹൈപ്പ് സൃഷ്ടിക്കുന്നതിൻ്റെ ലക്ഷ്യം ആദ്യത്തെ ഒരു 3 ദിവസം കൊണ്ട് പരമാവധി ഊറ്റിയെടുക്കുക എന്നതാണ്. കാരണം അതിന് ശേഷം സിനിമയുടെ റിവ്യൂ വരും. ജനങ്ങൾ കണ്ടവർ പരസ്പരം പറയും. പഴയ പോലല്ല, എളുപ്പത്തിൽ ഈ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂകൾ പ്രചരിക്കുന്നതോടെ സിനിമ പിന്നെ ഓടത്തില്ല. അതുകൊണ്ട് ആദ്യത്തെ 3-4 ദിവസം കൊണ്ട് എത്ര രൂപയുണ്ടാക്കാൻ പറ്റുമോ അത്രയും രൂപയുണ്ടാക്കുക. സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഈ ഹൈപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ റൈറ്റ്സുകൾ വിറ്റ് കാശുണ്ടാക്കുക. TV സാറ്റലൈറ്റ് റൈറ്റ് ആണെങ്കിലും ഡിജിറ്റൽ റൈറ്റ് ആണെങ്കിലും OTT റൈറ്റ് ആണെങ്കിലും ഒക്കെ വിറ്റ് കാശുണ്ടാക്കുക എന്നതാണ് ഈ സിനിമയുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ വലിയ ഹൈപ്പാണ്. മലയാളത്തിലെ ഏറ്റവും ചെലവ് കൂടിയ സിനിമ, മലയാളത്തിലെ ഏറ്റവും മഹത്തായ സംഭവം, റെക്കോർഡ് എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ. ആദ്യത്തെ ദിവസം 100 കോടി കടന്നു, രണ്ടാം ദിവസം 200 കോടി കടന്നു, ആ കളക്ഷൻ റെക്കോർഡ് ഇട്ടെന്ന് പറഞ്ഞ് നിരവധി വാർത്തകൾ. അതിനുവേണ്ടി കോടികൾ വാരി വിതറും. യൂട്യൂബർമാരെയൊക്കെ അവർ കയ്യിലെടുക്കും. എല്ലാവരെയും സുഖിപ്പിച്ച് എല്ലാവർക്കും പണം കൊടുത്ത് വലിയ തോതിൽ പ്രൊമോഷനാണ്, പെയ്ഡ് പ്രൊമോഷൻ തന്നെ നടത്തിക്കൊണ്ടിരിക്കും. പക്ഷേ പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ നുണയാണെന്ന് തിരിച്ചറിയും. ഈ സമയത്ത് ആരും പറയില്ല, കാരണം എല്ലാവർക്കും എന്തെങ്കിലും ആനുകൂല്യം കിട്ടാറുണ്ട്. മറുനാടനെ പോലെ ചിലർ മാത്രമേ യാഥാർത്ഥ്യം പറയൂ. പക്ഷെ നമുക്ക് പോലും യാഥാർത്ഥ്യം കണ്ടെത്താൻ പ്രയാസമാണ്. കാരണം എല്ലാ വിവരങ്ങളും ഹൈഡ് ചെയ്യും, എല്ലാ ഫാക്ട്സും ഹൈഡ് ചെയ്യും. ഇങ്ങനെ ഹൈപ്പ് ഉണ്ടാക്കി ചീറ്റിപ്പോയ ഏറ്റവും ഒടുവിലത്തെ 2 സിനിമകൾ ആടുജീവിതവും എമ്പുരാനുമാണ്. ഏറ്റവും കൂടുതൽ ചിലവുള്ള സിനിമ, മഹത്തായ സിനിമ, റെക്കോർഡ് കളക്ഷൻ എന്നൊക്കെ പറഞ്ഞ് വാർത്തകളോട് വാർത്തകൾ. അവരുടെയൊക്കെ കണക്കനുസരിച്ച് ആദ്യത്തെ 10 ദിവസം കൊണ്ട് 200 കോടി രൂപ ഉണ്ടാക്കിയെന്നാണ്. പക്ഷെ പിന്നീട് നാളുകൾക്ക് ശേഷം ഇതിന് നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ പറയും മുടക്ക് മുതൽ തിരിച്ചു കിട്ടിയിട്ടില്ലെന്ന്. നിങ്ങൾ നോക്കുക, എമ്പുരാൻ്റെയും ആടുജീവിതത്തിൻ്റെയും ആ സമയത്തെ പ്രൊമോഷൻ നോക്കുക. ഈ സിനിമകൾ രണ്ടും സർവ്വകാല റെക്കോർഡ് ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞിരുന്നത്. ഓരോ ദിവസവും മാറി മാറി വാർത്തകളായിരുന്നു. പക്ഷെ പിന്നീട് ഈ 2 സിനിമയും നഷ്ടമാണെന്ന് ഇവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. കാരണം ആ സിനിമ രണ്ടും പൊളിയായിരുന്നു. ആ 2 സിനിമയ്ക്കും സർവൈവ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ ഇവർക്ക് മാർക്കറ്റ് ചെയ്ത് പരമാവധി നേടിയെടുക്കണമെന്ന് അങ്ങനെ തള്ളിയാണ് ആ സിനിമയുടെ നഷ്ടം കുറച്ചത്. സമാനമായ ലക്ഷണമാണ് വാസ്തവത്തിൽ ഈ പുതിയ പേട്രിയറ്റ് എന്ന സിനിമയുടെ മാർക്കറ്റിംഗ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഈ പേട്രിയറ്റ് മോശം സിനിമയാണെന്ന് പറയാൻ നമ്മുടെ കയ്യിൽ ഒരു തെളിവുമില്ല. മാത്രമല്ല മമ്മൂട്ടിയും മോഹൻലാലും ഫഹദ് ഫാസിലും കുഞ്ചാക്ക ബോബനും നയൻതാരയും ഒക്കെ അഭിനയിക്കുന്ന സിനിമയെന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടാവും. അവർ ആകാംക്ഷയോടെ കാത്തിരിക്കും. ഇവരെ ആരെയെങ്കിലും ഇഷ്ടപ്പെടാത്ത ആരും കാണില്ല. എനിക്ക് മോഹൻലാലിനെ മമ്മൂട്ടിയെ ഇഷ്ടമാണ്. അപ്പോൾ ഇവരുടെ സിനിമ കാണാൻ ഒരു താല്പര്യം എനിക്കുണ്ട്. തീർച്ചയായിട്ടും കാണാൻ താല്പര്യമുണ്ട്. ഈ 1-ാം തീയതി സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നു. റിലീസിന് ഒരു 10 ദിവസം മുമ്പ് ഈ സിനിമയ്ക്ക് ഭയങ്കരമായ ഒരു ഹൈപ്പ് കൊടുക്കുകയാണ്. ബോധപൂർവ്വം ഹൈപ്പ് കൊടുക്കുമ്പോൾ സംശയമുണ്ടാവും, സ്വാഭാവികം. വലിയ തോതിൽ ഈ സിനിമ മഹത്തായ സംഭവമാണെന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമം. വിഷുദിനത്തിലായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട തുടക്കം. ഇനി ട്രെയിലർ ഇറങ്ങി, അതിനെക്കുറിച്ച് വാർത്തകൾ, നമ്മുടെ പ്രകാശ് വർമ്മയുമായിട്ടുള്ള അഭിമുഖം, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ, എല്ലാവരും ഒരുമിച്ചിരുത്തുന്നു. അതിഭയങ്കരമായ ഹൈപ്പ് കാണുമ്പോൾ, ഇതേക്കുറിച്ചുള്ള വാർത്തകൾ കാണുമ്പോൾ എന്തോ ഒരു ആശങ്ക എനിക്ക് തോന്നിയത് എൻ്റെ മാത്രം കുഴപ്പമാവും. ആ സിനിമ ആരും കണ്ടിട്ടില്ല, നല്ല സിനിമയാണ് എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് മമ്മൂട്ടിയുടെ കഥാപാത്രം ഒരു യൂട്യൂബറുടെ കഥാപാത്രമാണ്. ഒരു യൂട്യൂബർ സിവിൽ സർവീസിന് പുറത്തേക്ക് വന്ന് ആ യൂട്യൂബർ അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുന്നു. അയാളെ ഇല്ലാതാക്കാൻ വേണ്ടി ഭരണകൂടം ശ്രമിക്കുന്നു. അങ്ങനെ അയാൾ നാടുവിടുന്നു. അങ്ങനെ ഒരു കഥയാണ്. ഞാൻ ആ കഥയിലേക്ക് പോകുന്നില്ല. വളരെ ത്രില്ലടിപ്പിച്ചിരിക്കുന്നൊരു കഥയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ സിനിമയ്ക്ക് കൊടുക്കുന്ന ഹൈപ്പ്, ഈ ഹൈപ്പ് ആശങ്ക ഉണ്ടാക്കുന്നത്. ഇതിൽ ആരാണ് നായകൻ ആർക്കും അറിയില്ല. മോഹൻലാൽ ഒരു കേണൽ റഹീം നായിക് എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരനായാണ് വരുന്നത്. മമ്മൂട്ടി ഡോക്ടർ ഡാനിയൽ ജെയിംസ് എന്ന പേരിൽ ഒരാളായാണ് വരുന്നത്. ഇവർ കൊടുക്കുന്ന ഹൈപ്പ് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. മലയാള സിനിമയിൽ ഏറ്റവും അധികം ചെലവ് മുടക്കിയ സിനിമയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. നേരത്തെ പറഞ്ഞു കേട്ട് 100 കോടി എന്നാണ്, ഇപ്പോൾ 140 കോടി എന്ന് പറയുന്നുണ്ട്. പക്ഷേ
ഇതെങ്ങനെയാണ് ഏറ്റവും ചെലവ് കൂടിയ സിനിമയാവുന്നത് എന്ന് മാത്രം ഉത്തരവില്ല. എമ്പുരാൻ നിർമ്മിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞു 170 കോടി ചെലവെന്നാണ് പറഞ്ഞു. 170 അല്ല യഥാർത്ഥത്തിൽ എമ്പുരാൻ ചെലവായത്. ഞാനന്ന് ഗോകുലം ഗോപാലനോട് ചോദിച്ചിരുന്നു. അന്ന് ബാക്കി പണമൊക്കെ കൊടുത്ത് ലൈക്കയിൽ നിന്ന് പണം വാങ്ങിയപ്പോൾ ഏതാണ്ട് 200 കോടിയിലധികം ചെലവായെന്ന് ഗോകുലം ഗോപാലൻ പറഞ്ഞിരുന്നു. 200 കോടിയിലധികം മുടക്കിയ എമ്പുരാനേക്കാൾ കൂടുതൽ ചെലവ് എങ്ങനെയാണ് 140 മുടക്കിയെന്ന് പറയുന്ന ഈ പേട്രിയറ്റ് ഉണ്ടാവുന്നതെന്ന് മാത്രം പിടികിട്ടില്ല. ഞാൻ പറഞ്ഞത് ഈ ഹൈപ്പിൻ്റെ ഒരു ലക്ഷണമായി ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. ഈ ഹൈപ്പ് എന്തിനു സൃഷ്ടിക്കുന്നു എന്ന് എനിക്കറിയില്ല. എന്തായാലും ഹൈപ്പ് സൃഷ്ടിച്ച് സിനിമയുടെ പരമാവധി കളക്ഷൻ തുടങ്ങിയിരിക്കുന്നു. അതിനിടയിൽ പല വിചിത്രമായ ഗോസിപ്പുകളും പുറത്തു വരുന്നുണ്ട്. മോഹൻലാലും മമ്മൂട്ടിയുമായിരിക്കും നായക കഥാപാത്രങ്ങളിൽ നിന്ന് നമ്മൾ പറയുന്നു, നമ്മൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയുടെ അഭിമുഖത്തിൽ പറഞ്ഞത് തങ്ങളല്ല ഹീറോകൾ കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലുമാണെന്നാണ്. ഫഹദ് ഫാസിലാണ് ഇവിടുത്തെ വില്ലൻ വേഷത്തിൽ വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അവരാണ് ഹീറോകൾ എന്ന് പറഞ്ഞ് തങ്ങൾക്കൊരു ഗസ്റ്റ് റോളേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് എന്ന സൂചനകൾ വരും. മമ്മൂട്ടിയുടെ വാക്കുകൾ കേൾക്കുക. 2 കണ്ടുള്ളൂ, 4 ഹീറോസ് ഇല്ലേ പടത്തിൽ, 2 ഹീറോസ്, 2 പേരും. മമ്മൂട്ടി പറഞ്ഞിരിക്കുന്ന ഈ സാധനം വലിയ ഊഹാപോഹങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. മമ്മൂട്ടിയും മോഹൻലാലും ഗസ്റ്റ് റോളിലാണോ എന്ന് പോലുമുള്ള ചർച്ചകൾ ആരംഭിക്കുന്നില്ല. എന്നാൽ ഇവരുടെ സിനിമയാണെന്ന് പറയുന്നു. ഈ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ പ്രേക്ഷകർ ആരാധകർ ഒരുമിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അപ്പോൾ തന്നെ മമ്മൂട്ടി പറയുകയാണ് ഞങ്ങളുടെ സിനിമയല്ല, ഇത് കുഞ്ചാക്കോ ബോബൻ്റെയും ഫഹദിൻ്റെ സിനിമയാണെന്ന് പറയുമ്പോൾ ഇവരുടെ ഗസ്റ്റ് റോളാണെന്നുള്ള ഊഹാപോഹം പോലും പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. ഏറ്റവും രസം അതല്ല, മോഹൻലാൽ ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞ ഒരു കമൻ്റാണ് ഏറ്റവും രസമായിരിക്കുന്നത്. അതായത് വിഷുവിൻ്റെ അന്ന് മോഹൻലാൽ വിദേശത്താണ്, എല്ലാ ചാനലിൽ നിന്ന് മോഹൻലാലിനെ വിളിക്കുന്നു, മോഹൻലാൽ സംസാരിക്കുന്നു. അതിനിടയിൽ ഏഷ്യാനെറ്റിൽ നമ്മുടെ PG സുരേഷ് കുമാർ വിളിച്ച് വിഷു ആശംസയൊക്കെ നൽകുന്നു. അപ്പോൾ തന്നെ വിഷു ആശംസ സ്റ്റുഡിയോയിൽ കുഞ്ചാക്കോ ബോബൻ ഉണ്ടെന്ന് ഓർത്തുകൊണ്ട് കുഞ്ചാക്കോ ബോബൻ ആശംസ കൊടുത്തേക്കെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ സിനിമയെക്കുറിച്ച് പ്രതീക്ഷ എന്താണെന്ന് ചോദിക്കുമ്പോൾ മോഹൻലാൽ ഒരു പ്രതീക്ഷയുമില്ല എന്ന് പറയുന്നു. ഇത്തവണ ലാലാരാധകരെ സംബന്ധിച്ച് ദൃശ്യം 3, പേട്രിയറ്റ് പല സിനിമകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ്. അങ്ങനെയുണ്ട് പ്രതീക്ഷകൾ? ഒരു പ്രതീക്ഷയില്ല. അത് നമ്മൾ ചെയ്തു, അത് കഴിഞ്ഞു. ഇനി അത് വരട്ടെ, അത് തിയേറ്ററിൽ വരട്ടെ, ആൾക്കാരെ കാണട്ടെ. ഇതും ട്രോളുകൾക്ക് കാരണമായിട്ടുണ്ട്. മോഹൻലാൽ തന്നെ ഒരു പ്രതീക്ഷയുമില്ല എന്ന് പറഞ്ഞല്ലോ എന്ന തരത്തിൽ ട്രോളുകൾക്ക് കാരണമായിട്ടുണ്ട്. എന്തായാലും മലയാളികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. 18 വർഷത്തിന് ശേഷമാണ് മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് അഭിനയിക്കുന്നത്. വലിയ സിനിമയാണ്. പേട്രിയറ്റ് എന്ത് സംഭവിക്കുന്നവരെ മലയാളി കാത്തിരിക്കുന്നു. മെയ് മാസം 1-ാം തീയതി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വലിയ ചർച്ചകൾക്ക് കാരണമാകും എന്ന് വിശ്വസിക്കുകയാണ്.